അതാ സിറിയയിലെ 2,50,000 ആളുകളല്ലേ ഇതിനകം കൊല്ലപ്പെട്ടു പോയത്. നമ്മളെ വായിച്ചില്ലേ? 2.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ കൊല ചെയ്യപ്പെടുകയാണ്. ബഷാറുൽ അസദ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിക്ക് ലോകത്തുള്ള ഏമാന്മാര് ആയുധം കൊടുത്ത് സത്യത്തിനെതിരെ നിലകൊള്ളാനും അനുയായികളെയും പ്രജകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അധികാരപീഠം ഇറുക്കിപ്പിടിക്കാനും അധികാരപീഠത്തിലിരിക്കാനും അവസരം നൽകിയപ്പോ ഈ ലോകത്തുള്ള UN-ന്റെ അധികാരപീഠത്തിലിരിക്കുന്നവരെവിടെ പോയി? കാമാന്ന് പറയാൻ ഇതുവരെ നേരം കിട്ടിയില്ല. കഴിഞ്ഞ UN-ന്റെ ഒരു സമ്മേളനത്തിൽ റജബ് തയ്യിബ് ഉർദുഗാൻ മാത്രമാണ് ധൈര്യത്തെ വിളിച്ചു പറഞ്ഞത്, ബഷാർ ഇരിക്കുന്നിടത്തോളം കാലം സിറിയക്ക് സമാധാനമില്ല എന്ന് പറയാൻ തുർക്കിയുടെ ഭരണാധികാരിയല്ലാതെ വേറെ ആരും ഉണ്ടായില്ല. റജബ് തയ്യിബ് ഉർദുഗാൻ അദ്ദേഹം മാത്രമാണ് ഒരു വർത്താനം പറഞ്ഞത്. പിന്നെ ലെബനോനിന്റെ ഭരണാധികാരി ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. റജബ് തയ്യിബ് ഉർദുഗാന്റെ വിശാലമായ മനസ്സാണ് 2.5 മില്യൺ റെഫ്യൂജീസ് ഇൻസൈഡ് തുർക്കി. ഇതുപോലെ വിശാലമായി കവാടം തുറന്നിട്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ എത്രമാത്രം ഇന്റേണൽ പ്രോബ്ലംസ് ആൻഡ് ടെൻഷൻസ് ആ രാജ്യത്തിനുണ്ട്. ഞാൻ ആ വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് പോണില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കാര്യങ്ങൾ വസ്തുതാപരമായി അറിയണം. ഇസ്ലാം മനോഹരമായ മതമാണ്. ഇസ്ലാം മനോഹരമായ മതമാണ്. അതിന്റെ മനോഹാരിതയെ ഉൾക്കൊള്ളാനും പ്രകാശിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ഇസ്ലാമിനെ പുറത്തുനിന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന എന്റെ മറ്റു സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കണം, പ്രവാചകരെ വായിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് മുഴുവൻ ഇസ്ലാമിനെതിരെയുള്ള ഭീകരവേട്ട നടക്കുമ്പോ യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഇസ്ലാമിക് റേഷ്യോ ഉയരുകയാണ്. ഇസ്ലാം ഉയരുകയാണ്. യൂറോപ്പിലെ ചേർച്ചുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, UK-യിലും മറ്റും. കാരണം ഒരു ഭാഗത്തെ വിശ്വാസികൾ മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറിയിട്ട് അവിടെയുള്ള ചേർച്ചുകൾ മറ്റു ബിൽഡിങ്ങുകളെ പോലെ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യം UK-യിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാർട്ടൂണുകൾ ലക്ഷ്യം വെച്ചത് ആരെയും കേവലമായി കാർട്ടൂൺ വരയ്ക്കാനല്ല, പ്രകോപിതരായി കുറച്ച് ആളുകളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യാനായിരുന്നു. ഞാൻ എന്റെ മറ്റു പ്രഭാഷണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോണില്ല. അപ്പൊ എന്റെ മറ്റു സഹോദരന്മാര്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു സെക്കുലർ രാജ്യമാണ്, മതേതര രാജ്യം. ഈ രാജ്യത്തിന് ഒരു മതമില്ല. ഈ രാജ്യം എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളുന്ന രാജ്യം. ഈ രാജ്യം എല്ലാ മതക്കാർക്കും തുല്യാവകാശമുള്ള രാജ്യം. നമ്മുടേത് മനോഹരായ രാജ്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇവിടെ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹാരിതയുണ്ട്. അത്ര നല്ല രാജ്യം. ഇതിന്റെ മഹാത്മ്യവും ഇതിന്റെ സൗരഭ്യവും ഇതിന്റെ മഹിതയും ഇതിന്റെ മഹിമയും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പ്രതാപത്തോടെ നിൽക്കുന്നത് നമ്മുടെ വൈവിധ്യത്തിലെ ഏകത്വമാണ്. ഇത്രയേറെ ഭാഷകൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ എല്ലാം ഉള്ളത്. തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഭാഷയും മാറി, ശൈലിയും മാറി, ശാരീരിക ഘടനയും മാറി, സൗന്ദര്യവും മാറി. നിങ്ങൾ നോക്ക്, എത്ര വൈവിധ്യം. അങ്ങ് കശ്മീരിലേക്ക് പോകുമ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും മാറി മാറി സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും വൈജാത്യങ്ങളുടെ ഏകത്വം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ത്യയുടെ മണ്ണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മണ്ണാണ്. മനുഷ്യരുടെ മഹിതമായ മൂല്യങ്ങളെ മുഴുവനും സ്വീകരിക്കാൻ മഹാത്മ്യം ലഭിച്ച മണ്ണ്. നമ്മൾ അതിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജന്മനാടാണിത്, നമ്മുടെ മാതൃരാജ്യമാണിത്. നമ്മൾ മാതൃരാജ്യമായി സ്നേഹിച്ച് ഇതിനെ സേവിക്കുന്നവരാണ്, ഇതിനെ ഇഷ്ടം വെക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ സഹോദര സമുദായത്തിലെ ആളുകൾ എവിടെയെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വായിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശോഭനമായ അധ്യായങ്ങളെ
മനോഹരമായി നിങ്ങളുടെ മുമ്പിൽ റീഡബിളായി ലഭിക്കുന്നുണ്ട്. പഠിച്ചു നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം വിളിക്കുന്നത്. എന്നാൽ എൻ്റെ വിശ്വാസികളായ സഹോദരന്മാരോട് പറയാനുള്ളത്, നാം ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം. പ്രയാസങ്ങളുണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ നയമെന്താണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. എൻ്റെ പ്രിയമുള്ള വിശ്വാസി സഹോദരന്മാരോട് പറയുകയാണ്, നമ്മൾ വേറെ ആരെയും പോലെയല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജീവിതം എല്ലാത്തിൻ്റെയും അവസാനമല്ല. ഈ ഭൂമിയിൽ നിന്നുള്ള മരണം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ ലോകമാണ്. നമ്മുടെ പ്രതിഫലത്തിന്റെ ലോകം ഇതല്ല. നമ്മുടെ ജീവിതത്തിന് വലിയ മനഃശാസ്ത്രപരമായി വലിയൊരു ഭംഗിയുണ്ട്. അതെന്താണെന്നല്ലേ? ഇവിടെന്ന് മരിച്ചാലെല്ലാം കഴിഞ്ഞു എന്നുള്ള വിശ്വാസമല്ല. ഇത് കർമ്മത്തിന്റെ ലോകമാണ്. ഭൂമി ലോകത്തെ ജീവിതം എക്സാമിനേഷൻ ഹാളാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് എവിടെയാണ്? ഹിയർ ആഫ്റ്റർ ഓർ ലൈഫ് ആഫ്റ്റർ ആണ്. ജീവിതത്തിനപ്പുറമാണ് റിസൾട്ട് മോനെ. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഇവിടെ എന്താ വിലയുള്ളത്? അതാ 20 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്, 50 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്, 100 വയസ്സാകുമ്പോ ഒരുത്തം മരിച്ചു പോണ്. അപ്പൊ ഈ ലോകത്തെ അനുഭവങ്ങൾ ലിമിറ്റഡ് ആണ്. എന്നാൽ കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു ജീവിതം അപ്പുറത്തുണ്ട്. അവിടെ എന്താണുള്ളത്? ഈ ലോകത്തെ നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ടവിടെ. ഈ ലോകത്തെ നല്ലത് ചെയ്തവർക്ക് സ്വർഗമുണ്ടവിടെ. ഇവിടെ തെറ്റു ചെയ്തവർക്ക് നരകമുണ്ടവിടെ. അങ്ങനെ ഒരു ഹിയർ ആഫ്റ്റർ ലൈഫ് വരുന്നുണ്ട്. കാരണം ഈ ലോകം നീതി നടപ്പിലാക്കാൻ പറ്റിയ ലോകമല്ല. ഈ ലോകത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ് ഉണ്ടാവോ? ഇല്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ഈ ലോകത്തൊരു കംപ്ലീറ്റ് ജസ്റ്റിസ് സാധ്യമല്ല. 10 പേരെ കൊന്നയാളെയും ഒരാളെ കൊന്നയാളെയും മാക്സിമം പോയാൽ ഒരു പ്രാവശ്യമേ കൊല്ലാൻ ഈ ലോകത്തെ കോടതിക്ക് സാധിക്കൂ. പിന്നെ കംപ്ലീറ്റ് ജസ്റ്റിസ് എവിടെ? പണമുള്ള അപരാധിക്ക് രക്ഷപ്പെടാനും പണമില്ലാത്ത നിരപരാധി കൊല്ലപ്പെടാനും പറ്റുന്ന നിയമങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടെ നീതി എവിടെ? ഇവിടെ ഉള്ളത് ന്യായ കോടതികളാണ്. നമ്മുടെ രാജ്യത്തിന്റെ കോടതികൾ നമ്മൾ ബഹുമാനിക്കണം. ഈ രാജ്യത്ത് നീതി സംരക്ഷണത്തിലും നിർവഹണത്തിലും അതിന് വലിയ റോളുണ്ട്. പക്ഷേ ലോകത്തിന് മുഴുവൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഏത് നീതിപീഠം വിധിച്ചാലും ഒരാളെ ഒരു പ്രാവശ്യത്തിലേറെ കൊന്നുകളയാൻ ഇവിടുത്തെ നീതിപീഠത്തിന് സാധിക്കില്ല. അതിൽ ലിമിറ്റ് ഇവിടുത്തെ പരിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് സുസാധ്യമാകുന്ന എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത്, അപരാധികൾ വലസി ജീവിക്കുന്നത് എല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി പറയുകയാണ്, ഇവിടെ മാന്യമായി ജീവിച്ചവന് നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ ആ മാന്യതയ്ക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ലോകം വേണം. അല്ലെങ്കിൽ ഇവിടെ മാന്യമായി ജീവിച്ചവൻ എന്താ നേട്ടമുള്ളത്? അതുകൊണ്ടാണ് ഇതിനപ്പുറത്തൊരു ലോകമുണ്ടേ. ആ ലോകത്താണ് സ്വർഗമുള്ളത്. ഇവിടെ സ്വർഗം ഇല്ല. ഇവിടെ മനുഷ്യൻ ജനിക്കണമെന്നത് എന്തിനാ? മരിക്കാനാ. All human things are subject to decay. ഇവിടെ ജനിച്ചു വീഴുന്നത് മരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ആരും ജനിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ ഈ ലോകത്തിന് എന്ത് മധുരം! പിന്നെയോ ഒരു മനുഷ്യൻ ഏറ്റവും ആനന്ദത്തോടു കൂടി ജീവിക്കുന്നത് ഒരു 10, 20, 30 ഒക്കെ കൊല്ല. അതിനു മുമ്പ് ബാല്യത്തിന്റെ ചാബല്യം, പിന്നെ വാർദ്ധക്യത്തിന്റെ ശാപം. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ചൊരു കാലം അടിച്ചു പൊളിച്ചും വലസിയൊക്കെ നടക്കും.
ദോ ദിൻ കെ മുസാഫിർ ഹേ കാനേ കാ ദിൻ ഏക് ജാനേ കാ ദിൻ. 2 ദിവസത്തെ യാത്രികരാണ് നമ്മൾ. ഒന്നിവിടെ വരുന്ന ദിവസം, ഒന്നിവിടുന്ന് പോണ ദിവസം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ചെറിയൊരു ലിമിറ്റഡ് ഓർ റിജിഡ് ആയ ഒരു ലൈഫാണ് ഇവിടെ ഉള്ളത്. ഇടുങ്ങിയ ഒരു ജീവിതം. ഈ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് മോനെ, നിനക്ക് നിതാന്തമായ ഒരു വിജയം ലഭിക്കണമെങ്കിൽ, അനന്തമായ ഒരു ലോകത്ത് നിനക്ക് വിലസണമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? നീ ശരിയായ വിശ്വാസിയാകണം. ശരിയായ വിശ്വാസി ആരാണ്? അതാ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ വിശ്വാസിയാരാണ്? അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുന്നവനാണ്. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഹാർട്ട്, ഹൃദയം പിടയ്ക്കുകയാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് സുഫിയാനു സൗരി? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം അശ്ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തത്തുല്യമായി സ്വതന്ത്രമായി ഗവേഷണ യോഗ്യതയുള്ള അറിവിന്റെ ലോകത്തെ അത്ഭുതങ്ങളിൽ ഒരാളാണ് സുഫിയാനൈനിലെ ഒരു സുഫിയാനാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകൾ പറയുകയാണ്, അൽ ഈമാനു ഈമാനാനി. ഈമാൻ 2 രീതിയിലുണ്ട്. ഒന്നെന്താ? അല്ലാഹുവിൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക. ഈമാൻകാര് 6 ഇതൊക്കെയാണ് അറിഞ്ഞ് വിശ്വസിക്കുക. അതൊരു ഈമാനാണ്. ശരിയായ ഈമാൻ ഏതാണ്? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് പിടയ്ക്കുന്ന ഹൃദയം, അതാണ് ശരിയായ ഈമാൻ. ആ ഈമാൻ ഉണ്ടാകണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് പിടച്ചു പോണ വിശ്വാസം. ഏതെങ്കിലും ഇദാ ഹമ്മ അംറൻ, ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഇദാ ഹമ്മ ബിമഅസിയ്യ, ഒരു തെറ്റിലേക്ക് ഒരാൾ തിരിയാൻ നോക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, എടാ അല്ലാഹ് വിലക്കിയതല്ലേ, അപ്പോഴേക്ക് പിടച്ചുപോയി. അതാണ് ഈമാൻ. അല്ലാഹു എന്ന വിചാരം നമ്മളെ തിരുത്താൻ പറ്റുന്ന വിധത്തിൽ ഹൃദയത്തിൽ ഉണ്ടാവുക. ഇതാണ് മഹത്തായ ഈമാൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, അറിയുമോ? 5ാം ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികൾപ്പെട്ട മഹാനാണ്. ലോകത്ത് നീതിന്യായം പൂർണ്ണമായും പൂത്തുലച്ചുകൊണ്ട് ഭരണാധികാരം നടത്തിയ, ചെറുപ്പത്തിലെ അധികാരം കിട്ടിയ മഹാനാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? ഭരണാധികാരിയായ മുൻഗാമി അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവര് വഫാത്തായി. പിറ്റേന്ന് ജനങ്ങളെ മുഴുവനും സംഘടിച്ചിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ ഭരണാധികാരി ആവണില്ല, എനിക്ക് വേണ്ട, ഇല്ല, ഞാൻ ആവണില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരോട് ജനങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലാത്തൊരു ഭരണാധികാരി വേണ്ട ഞങ്ങൾക്ക്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് കഴിയില്ല. അതാണ് ഖലീഫമാര്. ആധുനിക പാർലമെന്ററി സംസ്കാരമല്ല. ഇവിടുത്തെ ഭരണാധികാരികൾ ആദ്യം യാചകന്മാരാ. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് വേണ്ടി അർത്ഥിക്കുന്നവൻ യാചിക്കുന്നു എന്നല്ല അർത്ഥം. എനിക്ക് വോട്ട് തരണം, എന്നെ ജയിപ്പിക്കണം, എന്നെ ഈ വാർഡിലാക്കണം. അതാണ് ആദ്യം ഭരണാധികാരിയുടെ പ്രൈമറി സ്റ്റെപ്പ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ അതിനെ മോശം പറയണില്ല, അങ്ങനെയാണ് ഇവിടെ. അതേസമയത്ത് ഇസ്ലാമിക ഖിലാഫത്ത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് താങ്ങാനാവൂല എന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുന്നു നിങ്ങൾ മതി എന്ന്. അത്രയും സമ്പുഷ്ടമാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എനിക്ക് കഴിയില്ല. ജനങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പോൾ ഭരണാധികാരിയായി കഴിഞ്ഞപ്പോൾ മഹാനവറുകളുടെ മുമ്പിലേക്ക് ഫയലുകൾ വരികയാണ്. പുതിയ ഭരണാധികാരിയല്ലേ, ജനങ്ങൾ മുഴുവനും വലിയ പ്രതീക്ഷയിലാണ്.
മഹാനവറുകൾ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ബറിയൽ ചടങ്ങുകളുമായി അഥവാ മറമാടൽ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിന്നതാണ്. അതുകൊണ്ട് ഞാൻ പരിക്ഷീണിതനാണ്, അല്പമൊന്ന് വിശ്രമിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് തിരിയാൻ നേരം മകൻ ഇങ്ങ് വിളിച്ചു. വാപ്പ എവിടെ പോവാണ്? മോനെ, അല്പം ഒന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. വാപ്പാനോട് ആര് പറഞ്ഞു തിരിച്ചു വരാൻ കഴിയില്ല? വാപ്പക്ക് തിരിച്ചു വരാനുള്ള ഗ്യാരണ്ടി ഉണ്ടോ? വാപ്പ വിശ്രമിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഫയൽ വാങ്ങാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ മകൻ വാപ്പാക്ക് സപ്പോർട്ട് ചെയ്യേണ്ട മോനാ. അപ്പൊ വാപ്പനോട് ചോദിക്കുന്നു, അവിടത്തേക്ക് ഉറപ്പുണ്ടോ തിരിച്ചു വരുമെന്ന്? അപ്പോഴേക്ക് ഹൃദയം ഉണർന്നു. മകനെ കുറ്റപ്പെടുത്തിയില്ല, ആലിംഗനം ചെയ്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി വലദൻ യുദക്കിറുനിൽ ആഖിറ. എനിക്ക് പരലോക വിചാരം നൽകിയ എന്റെ മകൻ, അങ്ങനെ ഒരു മകനെ എനിക്ക് ലഭിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞ മഹാൻ. അതാ മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യയാകുന്ന ഫാത്തിമ എന്നവര് വരികയാണ്. വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല, മഹദിയായ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് കടന്നു വരുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി അതാ കയ്യിൽ തലയും ചാരിയിരുന്ന് കരയുകയാണ്. وهو جالس في مصلاه واضعا خده على يده ودموعه تسيل. കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ഈ ഫാത്തിമ ആരെന്നല്ലേ ഉമ്മമാരെ, ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു മഹദിയാണ്. ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫത്തു സൗജുഹാ. വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, സഹോദരന്മാര് നാലും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ ബഹുമാനപ്പെട്ട സീറത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ എഴുതുകയാണ്. ഏതായാലും ശരി, മഹദി അവറുകൾ ചോദിക്കുകയാണ്, എന്തേ വല്ലഭാ ഇങ്ങനെ ഇരുന്ന് കരയുന്നു? മാ ബാലുക വഫീമ ബുകാഉക, എന്തേ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അതാ മഹാനവറുകൾ പറയുകയാണ്, വൈഹക്കി യാ ഫാത്തിമ, മോളെ ഫാത്തിമ, കഷ്ടം കഷ്ടം. ഇന്നി ഖദ് വല്ലൈതു മിൻ അംരി ഹാദിഹിൽ ഉമ്മത്തി മാ വല്ലൈതു ഫഫക്കർതു ഫിൽ ഫഖീരിൽ ജാഇഇ വൽ മരീദിൽ ളാഇഇ വൽ ആരിൽ മജ്ഹൂദി വൽ യതീമിൽ മക്സൂരി വൽ മദ്ലൂമിൽ മഖ്ഹൂരി വൽ ഗരീബി വൽ അസീരി വശൈഖിൽ കബീരി വൽ അർമിലത്തിൽ വഹീദത്തി വൽ ഇയാലിൽ കസീരി വൽ റിസ്ഖിൽ ഖലീൽ. അതാ പറയുകയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്കിവിടുത്തെ അധികാരം കിട്ടി, എൻ്റെ പ്രവിശ്യയിലെ ദരിദ്രരായ ആളുകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, വയോവൃദ്ധരുണ്ട്, വിധവകളുണ്ട്, ആക്രമിക്കപ്പെട്ടവരുണ്ട്, പരദേശികളുണ്ട്, അംഗങ്ങളേറെയാണ്, വരുമാനം കുറവാണ്, അങ്ങനെ എല്ലാമുള്ള ആളുകൾ ഉണ്ട്. അതിനിടയിൽ ഞാനിങ്ങനെ ബേജാറാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്നോട് ഇവരെ കുറിച്ചെല്ലാം ചോദിക്കുമല്ലോ. എല്ലാ ഭരണാധികാരിനോടും ചോദിക്കും, വാർഡ് മെമ്പറോടും ചോദിക്കും, നിയമസഭയിലെ പ്രതിനിധിയോടും ചോദിക്കും, പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോടും ചോദിക്കും, മുഖ്യമന്ത്രിയോടും ചോദിക്കും, പ്രധാനമന്ത്രിയോടും ചോദിക്കും. കാരണം അധികാരം അല്ലാഹു നൽകിയതാണ്.
എല്ലാവർക്കും അധികാരം അല്ലാഹു നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. എല്ലാവരും ഉത്തരവാദിത്വമുള്ളവർ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഏതുവരെ അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. വീട്ടുഭരണത്തെക്കുറിച്ച് വീട്ടുനാഥയോട് ചോദിക്കും. വീട്ടുഭരണത്തെക്കുറിച്ച് വീട്ടുകാരിയോട് ചോദിക്കും. പിന്നുണ്ടോ നാട്ടുഭരണത്തെക്കുറിച്ച് ചോദിക്കായിക? ഇല്ല. ലോകത്ത് ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. അക്രമത്തിന്റെ പര്യായമായിരുന്ന നമ്രൂദിന്റെ പര്യവസാനം ലോക ചരിത്രം പഠിച്ചിരിക്കുകയാണ്. ഹിറ്റ്ലർ എവിടെ എത്തി? നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചു. ഹിറ്റ്ലർ നമ്മൾ വായിക്കണം. ഫറോവ ഫ്രാൻസിസ് സെക്കൻഡ് ഭരണീയരോട് അതിക്രമങ്ങൾ മുഴുവനും ചെയ്ത് ആൺകുട്ടികളെ മുഴുവനും അരുങ്കൊല ചെയ്തു കളഞ്ഞ ധിക്കാരിയായ ഈജിപ്തിന്റെ ഭരണാധികാരി. അദ്ദേഹം ഉണ്ടാക്കിയ പിരമിഡുകൾ ഇപ്പോഴും ഈജിപ്തിലുണ്ട്. ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് നേരിട്ട്. ദൈവത്തെ കാണാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അതാ മാനം മുട്ടുന്ന പിരമിഡ്സ് ഉണ്ടാക്കി. ഇപ്പോഴും ഉണ്ട് അവിടെ. അതേ സമയത്ത് ആ ഫറോവയുടെ ശരീരം ലോകത്തിന് മുഴുവനും പാഠമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അക്രമിയായ ഭരണാധികാരിക്ക് ലോകം നൽകുന്ന ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് അവസാനം വരെയുള്ളവർ കാണാൻ റാംസിസ് സെക്കൻഡിന്റെ മെറ്റീരിയൽ ബോഡി ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ. മറ്റുള്ള ആ മ്യൂസിയത്തിൽ ബാക്കിയുള്ളതെല്ലാം മമ്മീസുകളാണ്. അതേ സമയത്ത് ഫറോവയുടേത് ശരീരം അങ്ങനെ തന്നെ കൊണ്ടുവച്ചിരിക്കുക. ഇപ്പോഴും ലോകത്തിലെ പാഠമായിട്ട് അവിടെ ഇരിക്കണം. നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിൽക്കാത്ത ഭരണാധികാരിക്ക് ലോകം കൊടുത്ത പാഠത്തിന്റെ അവസാനിക്കാത്ത ഉദാഹരണമായി അവിടെ ലോക ചരിത്രം വായിക്കണം നമ്മൾ. നീതിമാന്മാരായ ഭരണാധികാരികൾ എവിടെ എത്തിയെന്നും അക്രമികളായ ധിക്കാരികൾ കാലം എങ്ങനെയാണ് അവരെ ബാക്കിയാക്കിയതെന്നും നമ്മുടെ മുമ്പിൽ ചിത്രമുണ്ട്. വാർഡിൽ മത്സരിക്കണവരറിയണം. മണ്ഡലങ്ങളിൽ കടന്നു വരുന്നവരെ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് ക്ഷേമവും നന്മയും നൽകാൻ ഭരണാധികാരികൾക്ക് കഴിയണം. അപ്പോഴാണ് രാജ്യത്ത് സമാധാനം ഉണ്ടാവുക. അപ്പോഴാണ് ഭരണാധികാരി എന്നേക്കും വാഴ്ത്തപ്പെടുക, എന്ന് നിലനിൽക്കുക. നമ്മൾ അറിയണം. അതുകൊണ്ട് ഇസ്ലാം ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളെ ഇങ്ങനെ പഠിക്കുകയാണ്, ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ ഭരണപ്രദേശത്തെ ദരിദ്രരുടെ ഗതിയും എന്റെ നാട്ടിലെ രോഗികളുടെ അവസ്ഥയും എന്റെ ഭരണകേന്ദ്രത്തിലെ മുഴുവൻ ചലനങ്ങളും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ വഅന്ന ഖസ്മി ദൂനഹും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് എന്നോട് ചോദ്യം ചെയ്യുമ്പോ ആ പാവപ്പെട്ടവരുടെയും അശരണരുടെയും പക്ഷത്ത് എനിക്ക് വാദിയായി ഉണ്ടാവാൻ അവിടെ ആരുണ്ടാവും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ചെയ്താൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളും. വിശ്വാസികളെ, നമ്മുടെ എല്ലാ മേഖലയും അങ്ങനെയാണ്. ഈ മത്സരത്തിലും നിൽക്കുന്ന വിശ്വാസി സഹോദരന്മാരോട് ഈ ബോധമുണ്ടാകണമെന്ന് പറയുന്നതിൽ അധികം പറ്റില്ല. അറിയണം സഹോദരന്മാരെ, എല്ലാം ഉത്തരവാദിത്വമാണ്. ഒരു വീടിന്റെ ഉത്തരവാദിത്വം ഗൃഹനാഥനുണ്ട്, ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരിക്കുണ്ട്, ഒരു വാർഡിന്റെ ഉത്തരവാദിത്വം വാർഡിനെ മെമ്പർക്കുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വാഗ്ദാനങ്ങൾ ചെയ്ത് ജയിച്ചു കഴിഞ്ഞ് മുങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഭരണാധികാരികളായതോടൊപ്പം നമ്മൾ ഭരണീയരാണ്. നമ്മുടെ മേലൊരു നിയന്ത്രിതാവുണ്ട്. നമ്മൾ 5 കൊല്ലം തികക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്.
നമുക്ക് ജീവൻ നൽകി പരിപാലിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട്. നമുക്ക് രോഗം വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ഒരു അധികാരിയുണ്ട്. എല്ലാവരും ആ അധികാരിയുടെ നിയമത്തിന് കീഴിലാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ഏതു ജാതിയാവട്ടെ മതമാകട്ടെ, ലോകത്തിന്റെ സുപ്രീം പവർ തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക. അതല്ലേ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA കുറച്ചു കഴിഞ്ഞപ്പോൾ വിട പറഞ്ഞു പോയി. മകൻ MLA ആയി വരികയാണ്. എന്തേ കാരണം? അധികാരിക്ക് മേലെ അധികാരിയുണ്ട്. ഈ കേരളത്തിൽ എത്ര മഴ കിട്ടണമെന്ന് തീരുമാനിക്കാൻ കേരളത്തിന്റെ ഭരണാധികാരിക്ക് അധികാരമില്ല. ഇവിടുത്തെ ഭൂമിശാസ്ത്രം നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് അധികാരമില്ല. അതുപോലെ ഇതിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ മുഴുവനും ലോകാധികാരിയായ അല്ലാഹുവിനാണ്, അല്ലെങ്കിൽ ദ ഓൾമൈറ്റി സുപ്രീം പവറിനാണ്. അവന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പറയാണ്, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് പെടക്കണേ മോനെ, എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ. നമ്മൾ തന്നിഷ്ടം പോലെ ജീവിച്ചാൽ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു രക്ഷിതാവുണ്ട്. എവിടെ ജനിക്കണം എവിടെ മരിക്കണം എന്ന് തീരുമാനിച്ചവൻ അവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എവിടെയാകണമെന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ കണ്ടില്ലേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുവട്ടവും തവാഫ് ചെയ്തുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലക്കാരിയായ മുഅ്മിനത്ത് എന്ന സഹോദരി, 30 വയസ്സുകാരിയായ പെങ്ങളാണ്. അതാ കൊടുങ്കാറ്റിൽ മേലെ നിന്ന് അടർന്നു വീണ ക്രെയിനിന്റെ ഭാഗം ആ സഹോദരിയുടെ തലയിലേക്ക് വീണ് മതാഫിൽ വെച്ച് ക്ഷണം തന്നെ മരണപ്പെട്ടു പോയില്ലേ. ആ മക്കൾ ഉമ്മയില്ലാത്ത വിധം അനാഥരായില്ലേ. കൂടെയുള്ള ഭർത്താവ് ചേതനയറ്റ ഭാര്യയുടെ ശരീരമല്ലേ കാണുന്നത്. ഒരുമിച്ച് പോയി ഹജ്ജ് ചെയ്തിട്ട് സന്തോഷത്തോടെ നാട്ടിൽ വന്ന് മക്കളോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയിരുന്ന ഭർത്താവ് ഭാര്യയെ ജന്നത്തുൽ മുഅല്ലയിൽ കിടത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മോളെ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് യാത്രയാക്കി വന്നില്ലേ. തീരുമാനമാരുടേതാണ്, വേറെ ആരുടേതുമല്ല. ലോകാധികാരിയായ റബ്ബിന്റെ തീരുമാനം മാറ്റാൻ ഇവിടെ ഒരു തമ്പുരാനും സാധ്യമല്ല, ഇവിടെ ഒരു അധികാരിക്കും സാധ്യമല്ല. മോനെ, ഇത് ശരീരത്തിന്റെ ലോകമാണ്, ആത്മാവിന്റെ ലോകം വേറെയാണ്. ഈ ലോകത്ത് മരിക്കുന്നതോടെയെല്ലാം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തെ സജ്ജനങ്ങൾക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹു വിലക്കിയത് കാണല്ലേ, അല്ലാഹു വിലക്കിയെടുത്ത് പോവല്ലേ, അരുതായ്മയുടെ വഴികൾ തിരഞ്ഞെടുക്കല്ലേ. പെണ്ണ് നിയന്ത്രിച്ച ജീവിതം വേണമെന്ന് അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ മതമാണ് ഇസ്ലാം. 50% സംവരണം അധികമായി പോയി ഉസ്താദ് പറഞ്ഞപ്പോഴേക്ക് കുറെ ആൾ ചാടി ഇറങ്ങിപ്പോയി. എന്നാൽ ബുദ്ധിയുള്ളവർ ആലോചിക്കണ്ടേ, സ്ത്രീകൾക്ക് 30% സംവരണം കൊടുത്താൽ ബാക്കി 70% സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ അതിലൊരു സീറ്റ് വാങ്ങണ്ടേ? അപ്പോഴല്ലേ അവരുടെ കഴിവ് തെളിയിക്കേണ്ടത്. ഇസ്ലാമിന്റെ നിയമം ഒരു പണ്ഡിതൻ തീരുമാനിക്കുന്ന നിയമം അല്ല. ഇസ്ലാം പറയുന്നത് ഒരു വ്യക്തിയുടെ തീരുമാനം അല്ല. ഇസ്ലാം പറയുന്നത് മുഴുവനും എന്നെയും നിങ്ങളെയും പടച്ച രക്ഷിതാവിന്റെ തീരുമാനമാണ്. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, ഓടണില്ല. ഞാൻ ഇറങ്ങി നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വയറ് വിട്ടു കിടക്കുന്നു, ശരിയാക്കിയ വണ്ടി ഓടും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല. ഡ്രൈവർ ഇറങ്ങി, ചിലപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലാവും ഇന്ന സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തോ ഒരു കംപ്ലൈന്റ്, അത് ശരിയാക്കിയ ഓടും. ഇപ്പോഴത്തത് അയാൾക്ക് മനസ്സിലായില്ല. തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിളിച്ചു കൊണ്ടുവന്നു. സാധാരണ അയാൾ നോക്കിയാലൊക്കെ മനസ്സിലാവും. ഇപ്പോഴത്തത് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അവസാനം ഇതെവിടെ എത്തുക? കമ്പനിയിലെത്തും.
കാരണം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് മാനുഫാക്ചറിങ് കമ്പനിക്കാണ്. ഈ കാറിനെ കുറിച്ച് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഇതിന്റെ എല്ലാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ് മാനുഫാക്ചറിങ് കമ്പനി. എന്നതുപോലെ മനുഷ്യനെ കുറിച്ച് ആത്യന്തികമായി പറയാൻ അധികാരം ക്രിയേറ്റർ ഓഫ് ദി മാൻകൈൻഡ് ഓർ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ഓർ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ഹിയറാഫ്റ്റർ. എല്ലാത്തിനെയും സൃഷ്ടാവ് അവനറിയാം ഞാൻ എപ്പോഴാണ് ജനിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനിച്ചത് ഞാനല്ല. എന്റെ ജന്മസമയം തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ഉമ്മാനെ തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ ഉപ്പാനെ തിരഞ്ഞെടുത്തത് ഞാനല്ല. എന്റെ പ്ലേസ് ഓഫ് ബർത്ത് തീരുമാനിച്ചത് ഞാനല്ല. ഇതെല്ലാം തീരുമാനിച്ചത് ദി ഓൾമൈറ്റി അല്ലാഹ് റബ്ബുൽ ആലമീൻ. അപ്പൊ നമ്മളെ കുറിച്ച് തീരുമാനം പറയാൻ അധികാരം പെണ്ണിനെ സൃഷ്ടിച്ച രക്ഷിതാവിനറിയാം അവൾക്ക് എത്ര ശേഷിയുണ്ടെന്ന്. ആ സൃഷ്ടിച്ച സ്രഷ്ടാവ് പറഞ്ഞു അവളുടെ ലോകം ഏതാണെന്ന്. അതാണ് ഇസ്ലാം പറയുന്നത്. അതാണ് പണ്ഡിതന്മാര് കോട്ട് ചെയ്യുന്നത്. അല്ല കമന്റ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ആണിനെ പടച്ചവനറിയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആധികാരികമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന നിങ്ങളുടെ ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ പഠിച്ചത്? ആരാണതിനെ പഠിച്ചത്? നിങ്ങളാണോ പഠിച്ചത്? അം നഹ്നുൽ ഖാലിഖൂൻ, അല്ലാഹു ചോദിക്കുന്നത് അല്ല, നമ്മളാണോ പഠിച്ചത്? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളുടെ സസ്യലതാദികളെ മുളപ്പിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. ഈ ലോകത്തുള്ള മുഴുവൻ നിയന്ത്രണങ്ങളും ആരുടെ പക്കലാണ്? അല്ലാഹുവിങ്കലാണ്. കേരളത്തിൽ ഇപ്പൊ മഴയൊക്കെ ഡിസോർഡറാണ്. ഇവിടെ കൺസ്ട്രക്ഷന് പ്രശ്നമുണ്ട്, വൈദ്യുതിക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന് തലവേദനയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മഴ വേണ്ടാന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിനും അധികാരമില്ല. വേനൽക്കാലം വന്നപ്പോ വേനൽ കൂടിപ്പോയി, ഡാമിലെ വെള്ളം വറ്റി, വൈദ്യുതി മന്ത്രിക്ക് തലവേദനയായി. ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി വിളിച്ചു, കുറച്ച് മഴ പെയ്യിപ്പിക്കട്ടെ. അധികാരം ഉണ്ടോ? ഇല്ല, അധികാരമില്ല. ഈ വസ്തുതയെ നമ്മൾ അറിയണം. ഇങ്ങനെ ലോകത്തെ പടച്ച അല്ലാഹു തആല, അതുപോലെ പെണ്ണിനെ പടച്ച അല്ലാഹു തആല, ആണിനെ പടച്ച അല്ലാഹു തആല, പെണ്ണിന്റെ ശാരീരികവും മാനസികവുമായ വികാസത്തെയും ബുദ്ധിയും അവളുടെ കൈകാര്യ മേഖലയും അവളുടെ ക്രയശേഷിയും ആധികാരികമായി അറിയുന്ന പടച്ചവൻ പറഞ്ഞു അവളുടെ പ്രവർത്തന മേഖല ഏതാണ്. മനുഷ്യനത് ലംഘിച്ചെവിടെ പോയാൽ നമ്മൾ കുറ്റക്കാരല്ല. കാര്യം മനസ്സിലാക്കണം. ആണിനെ പോലെ എല്ലാം നൽകിയാലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. ആണും പെണ്ണും രണ്ടില്ല എന്ന് പറയേണ്ടി വരും. ആ ബേസ് തന്നെ തെറ്റാണ്. ആണ് ചെയ്യുന്ന എല്ലാം ചെയ്താലേ പെണ്ണിന് സ്വാതന്ത്ര്യമാവും. ആ ബേസ്മെന്റ് തന്നെ തെറ്റാണ്. ആണിന് അവന്റെ നേച്ചർ, അവന്റെ കഴിവ്, അവന്റെ ബുദ്ധി, അവന്റെ ക്രയശേഷി, അതനുസരിച്ചുള്ള ഫ്രീഡം അവനുണ്ടാവണം. സ്ത്രീ അവളുടെ ശാലീനത, അവളുടെ സൗകുമാര്യത, അവളുടെ സോഫ്റ്റ്നെസ്, അതിനെല്ലാം അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ഉണ്ടാവണം. ഇങ്ങനെയല്ലേ മനുഷ്യന്മാര് ചിന്തിക്കേണ്ടത്. നാളെ സ്വർഗമുണ്ട്, നരകമുണ്ട്, സ്വർഗത്തെ ആഗ്രഹിക്കണം, നരകത്തിന് പേടിക്കണം, സ്വർഗത്തിന് പറ്റുന്നത് ചെയ്യണം, നരകത്തിൽ പറ്റുന്നത് ചെയ്യരുത്. ഇതിങ്ങനെ കേൾക്കുമ്പോ ഈമാൻ ഏറണം. മഹാന്മാരായ എത്രയോ ആളുകൾ വിശുദ്ധന്മാരായി മാറിയത് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ മനസ്സുവെച്ച് കേട്ടപ്പോഴാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന സംഭവം നിങ്ങൾ കേട്ടതാണ്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആദ്യകാല ജീവിതത്തിൽ ഇത്ര ധർമ്മമുള്ള ജീവിതമല്ല. ആത്മീയതയിലേക്ക് വന്ന് ആത്മീയ ചക്രവാളത്തിലെ മഹാനായി മാറുന്നത് അലം യഅനിലില്ലദീന ആമനൂ എന്ന ആയത്ത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഇളവുകയാണ്, അത് ഉയരുകയാണ്, അത് പ്രൗഢിയിലേക്ക് എത്തുകയാണ്, ആത്മീയതയുടെ വലിയ ചക്രവർത്തിയായി മാറുകയാണ്.
അതാണ് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ വിശുദ്ധ സൂക്തികൾ കേൾക്കുമ്പോ അവരുടെ ഈമാൻ ഏറുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്നിട്ട് അവരവരുടെ റബ്ബിലേക്ക് അവലംബമേൽപ്പിക്കുകയാണ്. അവരവരുടെ റബ്ബിലേക്ക് എല്ലാം ആസ്പദിക്കുകയാണ്. അവരവരുടെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. അവർ റബ്ബിനെ തവക്കുൽ ചെയ്യുകയാണ്. വിശ്വാസികളായ ആളുകൾ അങ്ങനെയാണ്. അവർക്കുള്ള 3 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഖൽബ് പടക്കുകയാണ്. അവരുടെ മേൽ ആയത്ത് ഓതിയാൽ അവരുടെ ഈമാൻ ഏറുകയാണ്. എന്നിട്ട് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിലേക്ക് അവരാസ്പദിക്കുകയാണ്, അവലംബിക്കുകയാണ്. കൂട്ടുകാരാ, എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, ഈമാനുള്ള സഹോദരി, ഇന്ന് മതപാഠങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിയമപാഠങ്ങളെ അവഗണിച്ചുകൊണ്ട് അരുതായ്മയുടെ ആലയങ്ങളിൽ, കലാലയത്തിന്റെ നാലുപാടുകളിൽ, തെരുവോരങ്ങളിൽ കിടന്ന മതത്തിന്റെ മൂല്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പോലും അവഗണിച്ചു കളയുന്ന ലോകമാണ്. മടങ്ങിക്കോ മോളെ, ഇതെല്ലാ അനുഭൂതികളുടെയും ലോകമല്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. മനോഹരമായൊരു സ്വർഗം അവിടെയുണ്ട്. ഓ, എന്തൊരു രസമാണ്! മാഷാ അല്ലാഹ്, ഹിയ ജന്നത്തുൻ ത്വാബത് വതബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഒരിക്കലും ഒടുങ്ങാത്ത അനുഭൂതികളുടെ ലോകം, കള്ളാറും തേനാറും പാലാറുമുള്ള ലോകം. ദുനിയാവിലെ പാലാറ് എന്ന് പറഞ്ഞാല് പശുവിന്റെ അകട്ടിൽ നിന്ന്, രജസ്സുകളുടെ ഇടയിൽ നിന്ന് വരുന്നതാണ് ദുനിയാവിലെ പാല്. സ്വർഗത്തിലെ പാൽ അങ്ങനെയല്ല, അരുവിയിൽ നിന്ന് പൊട്ടി വരുന്നതാണ്. തേൻ, ദുനിയാവിലെ തേന്, അതൊരു ചെറിയ ജീവിയുടെ ഉച്ഛിഷ്ടമാണ്. സ്വർഗത്തിലേത് അങ്ങനെയല്ല, നിർമ്മലമായ ഒരു പ്രഭാവത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു ഉറവയിൽ നിന്ന്. അങ്ങനെയെല്ലാമുള്ള മനോഹരമായ ദുനിയാവിലെ കള്ള് കുടിച്ചോ ലക്കേടാണ്, ചിലപ്പോൾ ഛർദിക്കുകയാണ്, മൂത്രമൊഴിക്കുന്നതിന്റെ അളവ് കൂടുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള സാധനമാണ് ദുനിയാവിലെ കള്ള്. സ്വർഗത്തിലേതങ്ങനെയല്ല, വളരെ മനോഹരമാണ്, അനുഭൂതിദായകമായ. അതൊക്കെ വേണോ മോനെ? എന്നാൽ അനുസൃതമായ ജീവിതം വേണം. ചില ആളുകൾ വിചാരിക്കോ, കുറെ ആളുകൾ അവർക്ക് ഈ ദുനിയാവിലെ സിനിമ കാണാൻ പറ്റണില്ലല്ലോ, ഇവിടുത്തെ കള്ളു കുടിക്കാൻ പറ്റണില്ലല്ലോ. മോനെ, നമ്മൾ 4 ദിവസത്തേക്കുള്ള കള്ള് പോരാന്ന് വിചാരിച്ചിട്ടാ ഇവിടെ കുടിക്കാത്തത്. അതുകൊണ്ടാ കുടിക്കാത്ത. നല്ല കുറെ സീന് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാ ഇവിടുത്തെ സിനിമ കാണാത്തത്. നല്ലതപ്പുറത്തിരിക്കുന്നുണ്ട്, അത് കാണാനുള്ള ഒരു പ്രതീക്ഷ. ഇതിനേക്കാൾ മധുരതരമായതപ്പുറത്തുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അല്ല, ആ സ്വർഗത്തിന്റെ അനുഭൂതി കണ്ടില്ലേ? യാഥാർത്ഥ്യമാണത്, യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, ഈ ലോകത്ത് നീ അല്പം ചില നിയന്ത്രണങ്ങൾ പാലിച്ചാൽ, പൊന്നു പെങ്ങളെ, ഇസ്ലാം പറഞ്ഞതുപോലെ മാന്യമായി വസ്ത്രം ധരിച്ച് കൃത്യമായി നിസ്കരിച്ച് ചിട്ടയോടെ ജീവിച്ചാൽ സ്വർഗമെന്ന മനോഹരമായൊരു ലോകമുണ്ട്. വലികുല്ലി സഈൻ സാലിഹിൻ ബാബുൻ വറബ്ബു സഈ മിൻഹു ദാഖിലുൻ ബിയമാനി. ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ് നൂനിയിൽ. അതാ കണ്ടില്ലേ, എല്ലാ സൽക്കർമ്മങ്ങൾക്കും സ്വർഗത്തിൽ കവാടമുണ്ട്. ബാബുൽ ജിഹാദി വദക അലാഹാ വബാബുസ് സൗമി യുദഅൽ ബാബു ബിർറയ്യാനി. ധർമ്മസമരത്തിന്റെ ആളുകൾക്കാണ് സ്വർഗത്തിലെ ഉന്നതമായ കവാടം. നോമ്പുകാർക്കൊരു കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. ഫലസൗഫ യുദഅൽ മർഉ മിൻ അബ്വാബിഹാ ജംഅൻ ഇദാ വഫാ ജലൽ ഈമാനി മിൻഹും അബൂബക്കർ ഹുവ സിദ്ദീഖ് ദാക ഖലീഫത്തുൽ
മബ്ഊസി ബിൽ ഖുർആനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ പറ്റി ജീവിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ മഹാന്മാരായ ആളുകൾ സ്വർഗ്ഗത്തിലെ എല്ലാ കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്നവരാണ്. അങ്ങനെ നല്ലൊരു സ്വർഗമുണ്ട് പെങ്ങളെ, അവിടെ ക്ഷീണമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിലറിയേണ്ട. അങ്ങനെ മനോഹരമായ ഒരു സ്വർഗം നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള യുവാവേ. ഹൂറുല്ലീങ്ങളെന്ന സ്വർഗീയ നാരികൾ, റാണികൾ അവിടെയുണ്ട്. അവർക്കുള്ള പൊൻപല്ലിൻ്റെ ലങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്. അങ്ങനെ സുന്ദരികളായ വിശുദ്ധകളായ സ്വർഗീയ റാണികൾ നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ദുനിയാവിൽ കണ്ടവരുടെയൊക്കെ പിന്നാലെ പോയവർക്കത് കിട്ടൂല മോനെ. ദുനിയാവിൽ എത്ര സുന്ദരിയായാലും അവളെ നാളെ കിഴവിയാണ്, രോഗിയാണ്, മരിക്കുന്നതാണ്. സ്വർഗത്തിലെ റാണികൾ അങ്ങനെയല്ല. അതല്ലേ ഖുർആൻ പറയുന്നത്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. വെറുതെ അല്ല ദുനിയാവിൽ നിയന്ത്രിച്ച് ജീവിക്കുന്നത്, മതം പഠിച്ചവർ ചിട്ട പാലിക്കുന്നത് അപ്പുറത്ത് വലിയ നേട്ടം കണ്ടിട്ടാണ്. ചില ചെറുപ്പക്കാര് വിചാരിക്കും, മൊയ്ലിയാമാര് കണ്ടില്ലേ സിനിമ കാണുന്നില്ല, മൊയ്ലിയാമാര് കണ്ടില്ലേ ഈ പാഷൻ കുപ്പായം ഇടണില്ല, അവർക്ക് കഷ്ടമായി പോയല്ലോ. മോനെ അങ്ങനെയല്ല. ഇവിടത്തെ കള്ളു കുടിക്കാത്തത് നാളത്തെ നല്ല സ്വർഗത്തിലെ കള്ളു കുടിക്കാനാണ്. ഇവിടത്തെ പലിശ വാങ്ങാത്തത് നാളെ നരകത്തിലെ അദാബിൽ പെടാതിരിക്കാനാണ്. ഇവിടുന്ന് പെണ്ണിന്റെ പിന്നാലെ പോകാത്തത് നല്ല ഹൂറികളുള്ള സ്വർഗം ഉള്ളത് കൊണ്ടാണ്. നീ അതുകൊണ്ട് ബുദ്ധിയുള്ളവനാകണേ മോനെ, തത്വത്തോടെ ജീവിക്കണേ മോനെ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, വേണ്ടതെല്ലാം ഒരുങ്ങി തയ്യാറായ ഒരു സ്വർഗമുണ്ട്. അതാ യാസീനിൽ നിങ്ങൾ ഓതുന്നില്ലേ, ഭാര്യാഭർത്താക്കന്മാര് ഇണതുണകള് അലല്ലറായിക്ക് മുത്തഖിഊൻ, അവരവരുടെ സപ്രപഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. ആനന്ദത്തിന്റെ വീടാണ് സ്വർഗം, ആഘോഷത്തിന്റെ വീടാണ് സ്വർഗം. അതെല്ലാം കിട്ടിയാലും പിന്നെയുള്ള വലിയൊരു നേട്ടം അവിടെയുണ്ട്. വലദൈന മസീദ്. അല്ലാഹുവിന്റെ ലിഖാഉ റബ്ബിൽ ആലമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം, ഇതെല്ലാമുള്ള നല്ലൊരു സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം ഹോപ്പ്ഫുൾ, പ്രതീക്ഷാർഹമാണ്. ഇവിടുന്ന് കുറച്ച് വേദനിച്ചാലും കഷ്ടപ്പെട്ടാലും അനുസരിച്ചാലും സ്വർഗം കിട്ടും. ഇങ്ങനെ പ്രതീക്ഷയുള്ള ജീവിതമാണ് വിശ്വാസി. ഓ, ഇവിടെ രോഗമായി പോയി കഴിഞ്ഞല്ലോ, ഇവിടെ പട്ടിണിയായി കഷ്ടപ്പെട്ടല്ലോ, അങ്ങനെ നിരാശ വിശ്വാസിക്കില്ല. വിശ്വാസിക്ക് എപ്പോഴും ആശയാണ്. ഓ, ഇവിടെ അല്പ ദിവസം, 4 ദിവസം, 10 ദിവസം, 20 ദിവസം, ഇത്രയും ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട്. അതാണ് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ചിരിക്കുക. വഫാത്തിന്റെ തലേന്ന് പാട്ടുപാടുക, നാളെ മരിക്കാൻ പോവാ, അപ്പൊ പാട്ടുപാടുക ബിലാൽ റളിയല്ലാഹു അൻഹു. വദന്നൽ ഖല്ലഹിബ മുഹമ്മദൻ വഹിബ. എന്തേ ബിലാലെ പാടുന്നത്? വദന്നൽ ഖല്ലഹിബ, നാളെ ഞാൻ കൂട്ടുകാരെ കാണാൻ പോവാ. അതാരാണ്? മുഹമ്മദൻ വഹിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന്. ഞാൻ നാളെ തങ്ങളെ കാണാൻ പോവാ, ഞാൻ നിങ്ങളെ എൻ്റെ സ്വഹാബത്തിന് കാണാൻ പോവാ. മീൻസ് ഞാൻ നാളെ വഫാത്താകാൻ പോവാ. അതാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം. അപ്പൊ നമുക്ക് സ്വർഗം റൗളത്തും മിൻ റിയാദിൽ ജന്നയാണെങ്കിൽ മരണം എത്ര നല്ലൊരു കാര്യമാണ്. മരിക്കുന്നത് സ്വർഗത്തിലേക്കാണെങ്കിൽ മരണം എത്ര പുണ്യകരമായൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? റഫീഖൽ അഅല. മോളെ, ഞാൻ ദുനിയാവെന്ന് പോണ വേദന മോക്കുണ്ടാവും, അതുകൊണ്ട് വാക്കറുബാബത്ത,
വാപ്പയുടെ വിയോഗത്തിന്റെ വേദന ഉണ്ടാവും മോളെ, ശരി. പക്ഷെ വാപ്പ എവിടേക്കാ പോണെന്നറിയോ? അള്ളാഹുവിന്റെ ഉന്നതങ്ങളായ പദവിയിലേക്ക്, ഉന്നതമായ സ്ഥാനത്തേക്ക് പോവാണ്. അതുകൊണ്ട് മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് വേഗം അങ്ങ് വരണം, ഇവിടെ നിൽക്കണ്ട. മോളും വേഗം വരണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും വൈകാതെ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ ഉന്നത പദവികളിലേക്ക്, മഖാമും മഹ്മൂദിലേക്ക്, ശ്രേഷ്ഠമായ ഉന്നത പദവികളിലേക്ക് യാത്രയായി. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എന്നും പ്രതീക്ഷയാണ്, ആശയാണ്. നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗം നമ്മുടെ തറവാടാണ്. സ്വർഗം നമ്മുടെ തറവാടാണ്. നമ്മളെല്ലാവരും കൂടെ ഘർ വാഫസി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ. നമ്മൾ മടങ്ങിപ്പോകേണ്ട വീട് ശരിയാണ്, സ്വർഗത്തിലേക്കാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ലാസ്റ്റ് അവിടേക്കാണ് നമ്മളെല്ലാം എത്തേണ്ടത്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന് പറ്റുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് നല്ല ജീവിതം നയിക്കണം. നല്ലതുപോലെ ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിക്കുന്നത് നിങ്ങളെ എടുക്കാൻ വേണ്ടിയല്ല. നിങ്ങളെല്ലാം കൂടെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാമിന് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഖിസാസുൽ ഹയാത്ത് ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. കൊന്നവനെ കൊല്ലുന്നതിൽ ജീവിതം ഉണ്ടെന്ന്. കാരണം എന്താ? ഒരുത്തൻ കൊന്ന ഒരുത്തനെ കൊന്നാ പിന്നെ ഇവിടെ ആരും കൊല്ലൂലാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ജീവിതം കിട്ടി. കട്ടവന്റെ കൈ മുറിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞെന്താ? ഒരുത്തന്റെ കൈ മുറിച്ച് ഇങ്ങനെ നടക്കുന്ന കണ്ടാല് ഞാൻ കട്ടൂടാന്നുള്ള ബോധം വരും. അപ്പൊ കുറെ മോഷണം ഇവിടെ നിൽക്കും. അതിനാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിനു വേണ്ടി. അതുകൊണ്ടാണ് ഖിസാസുൽ ഹയാത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്. കൊന്നവനെ കൊല്ലുക, അപ്പൊ കൊലപാതകയുടെ ഇല്ലാതാവും. കട്ടവന്റെ കൈ മുറിക്കുക, അപ്പോൾ ഇവിടെ മോഷണം ഇല്ലാതാവും. അത് കേവലം തിയറിയല്ല, പ്രായോഗികമായി കാണിച്ചു തന്നു. മദ്യനിരോധനം സമ്പൂർണമായി അവതരിപ്പിച്ച് പ്രായോഗികമായി കാണിച്ചു തന്ന ലോകത്തെ ഏറ്റവും ബൃഹത്തായ സംവിധാനമാണ്. അപ്പൊ പിന്നെ നമ്മൾ പറയണത് കേവലം സിദ്ധാന്തമല്ല, പ്രാക്ടിക്കലി പ്രൂവ്ഡ്, പ്രായോഗികമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. അള്ളാഹുവെ, ഞങ്ങളെ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അള്ളാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴി മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള കവാടം. അള്ളാഹു നൽകുന്നത് മുഴുവനും നമുക്ക് എത്തിച്ചു തന്ന നേതാവ്, ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണവർഷങ്ങൾ കൊണ്ട് പ്രദീപ്തമാക്കിയ നായകർ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ജയിക്കാനാവൂല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമാധാനമാണ് നൽകിയത്. ആ ഇസ്ലാമിന്റെ പ്രവാചകരെ ഭീകരവാദിയാണെന്ന് പറയാൻ സാധ്യമല്ല. ഇന്ന് ആ ഇസ്ലാമിന്റെ പ്രവാചകരുടെ അനുയായികളെയാണ് ലോകത്ത് വേട്ടയാടപ്പെടുന്നത്. അതിനിവിടെയുള്ള സാമ്രാജ്യ ശക്തികൾ പൊരുതുന്നുണ്ട്. അതാ സിറിയയുടെ അന്തരീക്ഷത്തിൽ 2 രാജ്യങ്ങളുടെ വിമാനങ്ങൾ മൽപ്പിടുത്തം നടത്തുമ്പോഴും മരിച്ചു വീഴുന്നത് സിറിയയിലെ മക്കളാണ്. എത്ര ലക്ഷം മക്കളാണ് സിറിയയിലും ഫലസ്തീനിലും യമനിലും എല്ലാം മരിച്ചു വീണത്. അതേ സമയത്ത് ഇസ്രയേലിന്റെ 4 പട്ടാളക്കാര് മരിച്ചപ്പോഴേക്ക് ബറാക്ക് ഒബാമ ലോകത്തെ മീഡിയകളുടെ മുമ്പിൽ കരഞ്ഞു. അതേ സമയത്ത് കുട്ടികൾ പഠിക്കുന്ന ചെറിയ നഴ്സറിയിലേക്ക്, പാഠശാലയിലേക്ക് ഇസ്രയേലിന്റെ ബോംബ് വന്ന് വീണിട്ട് കുരുന്നുകൾ മരിച്ചമർന്നപ്പോൾ കരയാനൊരു ഭരണാധികാരിയും ഉണ്ടായില്ല. വാനലോകത്ത് നിന്ന് കൊച്ചു വിമാനത്തിൽ മിഠായി വിതറുകയാണ്. ഫലസ്തീനിന്റെ മക്കളും കുരുന്നുകളാണ്. അവര് മിഠായി കണ്ട് ചാടി വീഴുകയാണ്. അതെടുത്ത് കടിക്കുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി മാറുകയാണ്. ഇത്രമേൽ ക്രൂരത കാണിച്ച ഒരു ജനതയും ലോകത്തില്ല. ഇത്രമേൽ ഭീരുക്കളും ലോകത്ത് വേറെ ഇല്ല. പ്രിയമുള്ളവരെ, വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു ആത്മീയ വേദിയിൽ വന്നപ്പോ ലോകത്തെ ഡേറ്റാസും അതുപോലെ തന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയ വാർത്തകളും പറഞ്ഞാൽ നിങ്ങൾക്ക് നേരം ഇരിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ അവിടേക്ക് നീങ്ങാഞ്ഞതാണ്. ഇറാഖിലുള്ള കുരുന്നുകൾ കണ്ടില്ലേ, അവർക്ക് പാഠശാലയില്ല. ഞങ്ങൾ 2 വർഷം മുമ്പ് ഇറാഖിൽ ചെല്ലുമ്പോ അതാ വാപ്പ മരിച്ചുപോയി, എളാപ്പ മരിച്ചുപോയി. ഖബർസ്ഥാനിൽ പോലും ബോംബ് വീണ് തകർന്നു കിടക്കുകയാണ്. ആരോരുമില്ലാത്ത മക്കളാണ് കമ്പോളം നിറയെ. ഞങ്ങൾ ചെന്നു നിൽക്കുന്ന വാഹനത്തിന്റെ അടുത്തേക്ക് സുന്ദരന്മാരായ മക്കൾ വരികയാണ്.
നമ്മൾ കടിച്ചതിൻ്റെ ബാക്കി ആപ്പിൾ കിട്ടാനാണ്, കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം കിട്ടാനാണ്, കയ്യിലുള്ള എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ തെരുവിലൂടെ അലയുകയാണ്. അവിടെ ഒരു മതിലിൽ നിറയെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇങ്ങനെ കളർഫുള്ളായി 100 കണക്കിന് പതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ മരിച്ചു വീണവരുടെ ഫോട്ടോസാണ്. അപ്പോഴതാ ഞങ്ങൾ ഹൈസറാൻ ഖബർസ്ഥാനിന്റെ അടുക്കലൂടെ ബഗ്ദാദ് പട്ടണത്തിന്റെ അടുത്ത് അഅ്ളമിയ എന്ന് പറയുന്ന പ്രവിശ്യയോട് ചേർന്ന് ഹൈസറാൻ മഖാം എന്ന് പറയുന്ന പുരാതനമായ ഖബർസ്ഥാനിലൂടെ നീങ്ങുകയാണ്. അതാ കബറിടങ്ങൾ പോലും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അമേരിക്കയുടെ ബോംബ് വർഷം കബറിടങ്ങൾ പോലും ഒഴിവാക്കിയില്ലെന്നതിൻ്റെ തെളിവാണത്. അങ്ങനെ പോകുമ്പോ അതാ ചെറിയ മക്കൾ, അവർക്ക് അവലംബമില്ല, ആശ്രയമില്ല, തെരുവിലൂടെ അലയുകയാണ്. വിദ്യാലയമില്ല, അധ്യാപകരില്ല, പഠിക്കാനിടമില്ല, കിടക്കാനിടമില്ല. കണ്ടില്ലേ 8 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങൾ. ഇപ്പോഴും സിറിയയിൽ വീടില്ല, അവർക്ക് കൂടില്ല, കിടക്കാനിടമില്ല. അവര് ഇറങ്ങി നടക്കുകയാണ്. രാജ്യം എവിടേക്കാണെന്നറിയില്ല. കിട്ടുന്നൊരതിർത്തിയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രയാസങ്ങളാണ്. അതാ വള്ളങ്ങൾ കയറിയിട്ട് തീർന്നിട്ട് ബലൂണിന്റെ മുകളിൽ കയറിയിട്ട് അവര് നാടുവിടാൻ നോക്കുകയാണ്. അങ്ങനെ എത്രയാളുകളാണ് മുങ്ങി മരിച്ചു പോയത്. ആ കുഞ്ഞുമോന്റെ ജനാസ ഓരത്ത് കിടക്കുന്ന ചിത്രം നിങ്ങളുടെ കണ്ണിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇതുപോലെ പ്രയാസങ്ങളേറി വരികയാണ്. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമുക്കിവിടെ രക്ഷയ്ക്കുള്ള മാർഗം, ഇവിടുത്തെ ജീവിതം അത് അനന്തമായ ജീവിതമല്ല. ഇവിടുത്തെ അക്രമിക്ക് ചിലപ്പോൾ ജയിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ എല്ലാ അക്രമികളെയും പിടിച്ചു കെട്ടുന്ന ഒരു വിചാരണയുടെ ലോകം വരും. ഇവിടെ അടിച്ചു പൊളിച്ച് കൊള്ളക്കാര് നടന്നേക്കാം. കണ്ടില്ലേ, ചില കൊള്ളക്കാരെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും ശരി, വിലസിയേക്കാം, കുടുങ്ങിയേക്കാം, പല നിലക്കുമായേക്കാം. പക്ഷേ അനന്തമായ നീതി വരുന്ന ഒരു ലോകമുണ്ട്. യൗമ യഖൂമുൽ ഹിസാബ്, കണക്കുകൾ എടുക്കുന്നൊരു നാള് വരും. അതാ അവിടെ കച്ചവടങ്ങളില്ല, സൗഹൃദങ്ങളില്ല, കടിപിടികളില്ല, സ്വാധീനങ്ങളില്ല. അന്ന് ലോകത്തിന്റെ രക്ഷിതാവ് ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരമാർക്കാണ്? ഒരു പ്രധാനമന്ത്രിക്കും അന്ന് അധികാരമില്ല, ഒരു രാജാവിനും അന്ന് അധികാരമില്ല, ഒരു ചീഫ് മിനിസ്റ്റർക്കും അന്ന് അധികാരമില്ല, ഒരൊറ്റ അധികാരിയുടെ കയ്യിലും അധികാരമില്ല. അങ്ങനെയുള്ള അന്ത്യനാളിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണടോ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന് മാത്രമാണ്. അന്ന് സ്വർഗത്തിലേക്കുള്ള ആളുകളെ നിശ്ചയിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവാണ് നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർറിൽ മുഹജ്ജലീൻ, സയ്യിദി വമലാദി കഅസി വമശ്റബി വവിസാലി ആഖിദു യദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, നമ്മൾ വേണ്ട പോലെ നബി തങ്ങളെ സ്നേഹിക്കണമെന്നാണ്. എല്ലാവരെക്കാളും തങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാനല്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. എന്തിനാണ് ഞാൻ നബി തങ്ങളെ ഇഷ്ടം വെക്കുന്നത്? അതിനൊരുപാട് കാരണങ്ങൾ എന്നാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി മാത്രം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇഷ്ടം വെക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഹബീബായ തങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നു എന്നതാണ്. എന്നെ എൻ്റെ ഉപ്പാനേക്കാൾ ഇഷ്ടം വെക്കുന്നുണ്ട് തങ്ങൾ, എന്നെ എൻ്റെ ഉമ്മാനേക്കാൾ ഇഷ്ടം വെക്കുന്നുണ്ട് തങ്ങൾ.
എന്നെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നതാരാണ്? എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജത്തു ഖൈറാ, നിങ്ങൾ നല്ലത് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞാൽ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. നിങ്ങൾ തെറ്റു ചെയ്യുന്നത് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയുന്നുണ്ട്, നമുക്ക് പൊറുക്കലിനെ തേടുന്നുണ്ട്. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അവിടുന്ന് സന്തോഷിക്കും.